മഹാരാഷ്ട്രയിലെ ലോഹഹഡ് കോട്ടയിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന കേതൻ അഗർവാളിൻ്റെ പ്രതിശ്രുത വധു സിയ ഗോയലിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. മഹാരാഷ്ട്ര പോലീസ് ഇത് വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് പുതിയ വാർത്തകൾ വരുന്നതും സിയ ഗോയൽ എന്ന ക്രിമിനൽ ആയ ആ പെൺകുട്ടിയുടെ ചെയ്തികൾ ഓരോന്നും മഹാരാഷ്ട്ര പോലീസ് ഇപ്പം പുറത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം ഇത്ര ക്രിമിനലായ ഒരു പെൺകുട്ടിയെ ഇന്ത്യയുടെ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംശയം തന്നെയാണ്. കാരണം 20-21 വയസ്സ് മാത്രം പ്രായമുള്ളൂ സിയ ഗോയൽ എന്ന പെൺകുട്ടിക്ക്. കേതൻ അഗർവാൾ എന്ന കോടീശ്വരൻ്റെ വിവാഹവും അല്ലെങ്കിൽ 26 വയസ്സുള്ള കേതൻ അഗർവാൾ എന്ന കോടീശ്വരനുമായിട്ടുള്ള വിവാഹ നിശ്ചയം ഏകദേശം ഉറപ്പിച്ച ശേഷം ആ പെൺകുട്ടിക്ക് തൻ്റെ കാമുകനുമായിട്ട് ഒന്നിച്ച് താമസിക്കണമെന്നാണ് തോന്നിയത്. അതിനുണ്ടാക്കിയ ചില നാടകങ്ങൾ അത് കേതൻ അഗർവാളിൻ്റെ കൊലപാതകത്തിൽ ചെന്ന് കലാശിച്ചു. കേതൻ അഗർവാളിൻ്റെ സഹോദരി ഈ സിയ ഗോയൽ ഈ സംഭവം അയാളുടെ മരണത്തിന് ശേഷം അവരുമായിട്ട് സംസാരിക്കുകയും ഇൻട്രാക്റ്റ് ചെയ്തപ്പോൾ ഇവരുടെ മനസ്സിൽ ചില സംശയങ്ങൾ തോന്നി. ഇവള് തന്നെയാണ് ആ സഹോദരനെ കൊന്നതെന്ന് അവരുടെ മനസ്സിൽ തോന്നി. പലതും പൊരുത്തപ്പെടുന്നില്ല. അവരുടെ എക്സ്പ്ലനേഷൻ വിശദീകരണമൊക്കെ ഇതിൽ സംശയം തോന്നി. അതുകൊണ്ട് കേതൻ അഗർവാളിൻ്റെ സഹോദരി തന്നെയാണ് പോലീസിൽ പരാതിപ്പെട്ട് പോലീസ് ഇതിനെ സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തു. പോലീസിൻ്റെ അന്വേഷണം വളരെ മികവുറ്റതാണ്. കാരണം ആ കേസിൻ്റെ ഓരോ സ്റ്റെപ്പുകളും അവർ നടന്നു കയറുന്നത് ആ കോൺസ്പിറസി, ആ ഗൂഢാലോചന, സിയ ഗോയലും ചേതൻ ചൗധരിയും തമ്മിലുള്ള എങ്ങനെയായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ, എങ്ങനെയാണ് ഈ പ്ലാനിങ്, എങ്ങനെയാണ് ആ പയ്യനെ കൊന്നത്, അതിനുശേഷം കൊന്ന ശേഷം അവർക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൃത്യമായ ചില ആശയങ്ങൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചു. അതിനെ സംബന്ധിച്ച് വാട്സാപ്പിലും അവരുടെ മൊബൈൽ ഫോണിലും അവരുടെ ചാറ്റുകളിലും ഒക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തത് മുഴുവൻ കഴിഞ്ഞ മരണത്തിന് 3 മാസം മുമ്പ് തന്നെ അതുവരെയുള്ള സംഭാഷണങ്ങൾ മുഴുവൻ അവർ റിമൂവ് ചെയ്ത് കളയും. അത് പോലീസ് കണ്ടെടുക്കാനുള്ളൊരു ശ്രമമാണ്. ഇവിടെ ആദ്യത്തെ കല്യാണ നിശ്ചയത്തിന് ശേഷം ഈ പെൺകുട്ടി സിയ ഗോയൽ അവരെ രണ്ടും ഈ 26 വയസ്സുകാരനായ കേതൻ അഗർവാളും ഏതായാലും കല്യാണമെല്ലാം ഉറപ്പിച്ചു. അവർ ഉദയ്പൂർ പാലസിലെ അവിടെ വെച്ച് വിവാഹം നടത്താനായിട്ട് തീരുമാനമെടുത്തു. 17 കോടി രൂപ പാലസിൽ അടയ്ക്കുകയും ചെയ്തു. ഏതായാലും രണ്ട് വീട്ടുകാരും വലിയ സന്തോഷത്തിലാണ് ഈ വിവാഹം നടക്കുന്നതിൽ. കാരണം ഈ കേതൻ അഗർവാൾ എന്ന കോടീശ്വരൻ അയാൾ ബോംബെയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്. അതിൻ്റെ ഡയറക്ടറും ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ഒക്കെ ഈ പയ്യനാണ്. മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് ലീഡിങ് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യുന്നത് മുഴുവൻ ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ്സിൻ്റെ മുഴുവൻ ചുക്കാൻ പിടിക്കുന്ന ഈ പയ്യനാണ്. നല്ല മിടുക്കനായ ഒരു പയ്യനാണ്. അതുകൊണ്ടാണ് ആ ഉദയ്പൂർ പാലസ് 17 കോടി രൂപയ്ക്ക് അവിടെ ബുക്ക് ചെയ്യാൻ കാരണം കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുള്ളതാണ്. ബോംബെയിലെ പല പ്രോപ്പർട്ടികൾ വിൽക്കുന്നതിൻ്റെ ഈ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകളാണ്. അവിടെ സെൻറ്റിന് 1 കോടിയും 2 കോടിയൊക്കെ രൂപ സെൻറ്റിന് വിലയുള്ള സ്ഥലങ്ങളാണ്. ഏതായാലും അത്രയും വലിയൊരു പണക്കാരനായ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്നാണ് സിയ ഗോയൽ എന്ന പെൺകുട്ടി കല്യാണം കഴിക്കുന്നത്. ഏതായാലും ആ പെൺകുട്ടിക്ക് തൻ്റെ കാമുകനായ ചേതൻ ചൗധരിയുമായിട്ടാണ് അടുപ്പം. അവനുമായിട്ട് വലിയ നാളത്തെ ബന്ധമുണ്ട്. അതേ സമയത്ത് അവരുടെ വീട്ടുകാരും ഇരു വീട്ടുകാരും നിശ്ചയിച്ച വിവാഹത്തിന് അവൾ സമ്മതം മൂളുകയാണ് ചെയ്തത്. ഏതായാലും യുവ വ്യവസായിയായ കേതൻ അഗർവാളിൽ നിന്ന് പ്രതിശ്രുത വധു 1 കോടി രൂപ വാങ്ങിച്ചു തൻ്റെ കാമുകന് കൊടുക്കണം. കാമുകന് വലിയ സാമ്പത്തികമില്ല. അവനെ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ തനിക്ക് ആ വരൻ
ഒരു അല്ലെങ്കിൽ ഇതിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടി 1 കോടി രൂപ തരണമെന്ന്. 1 കോടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു 1000 രൂപ കൊടുക്കുന്ന അത്രേ അയാൾക്ക് തോന്നിയുണ്ടാവുള്ളൂ. 1 കോടി രൂപ ഈ CIക്ക് ഏൽപ്പിച്ചു. ആ 1 കോടി രൂപ അവൾ കാമുകനായ ആ ചേതൻ ചൗധരിക്ക് തന്നെ കൊടുക്കുകയും ചെയ്തു. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു തയ്യാറെടുപ്പ് വേണം, അയാൾക്ക് ബിസിനസ് അഭിവൃദ്ധി വേണം, അതുപോലെ തന്നെ ഒരു പ്രിപ്പറേഷന് ഇതിനെല്ലാം കൂടെ നടത്തുന്നതിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അയാളുടെ വിദ്യാഭ്യാസപരമായ ചില പരീക്ഷയൊക്കെ എഴുതാനും പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെലവാക്കുന്നതെന്ന് ഉദ്ദേശിച്ച് അയാൾ ചോദിച്ചു. അപ്പോൾ തന്നെ ആ പെൺകുട്ടി തൻ്റെ പ്രതിസുത വരൻ്റെ നിന്ന് 1 കോടി വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. അതോടുകൂടി അവർ രണ്ടുപേരും പ്ലാൻ ചെയ്തത് ഇയാളെ കൊന്നു കഴിഞ്ഞാൽ ആ 2-3 വർഷത്തേന് അനങ്ങാതെ പമ്മിയിരിക്കുക. അതേസമയത്ത് അവർ തമ്മിൽ ബന്ധപ്പെടുന്നതിന് യാതൊരു തടസ്സവുമില്ലല്ലോ. അങ്ങനെ ആ ഒരു സമയത്ത് വീണ്ടും വിവാഹാലോചന ഈ കേതൻ അഗർവാൾ എന്ന പയ്യൻ്റെ എല്ലാം അയാളുടെ മരണത്തോടുകൂടി ആ വിവാഹാലോചനയുടെ ദുഃഖകരമായ കാര്യങ്ങളൊക്കെ പതുക്കെ ഇരു വീട്ടുകാരും മാറിയ സന്ദർഭത്തിൽ ഈ പെൺകുട്ടി വീണ്ടും ഒരു വിവാഹത്തിന് തയ്യാറായാൽ അത് അവൾക്കിഷ്ടമുള്ള ചേതൻ ചൗധരിയെ തന്നെ കല്യാണം കഴിക്കാനെ വീട്ടുകാരെ അനുവദിക്കും എന്ന് ആയിരുന്നു രണ്ടുപേരുടെയും വിശ്വാസം. അതനുസരിച്ചാണ് കാര്യങ്ങൾ അവർ നീക്കിയത്. ഈ പെൺകുട്ടിയും ഇവർ രണ്ടുപേരും, ആ പെൺകുട്ടി തന്നെ എടുത്തൊരു തീരുമാനമല്ല, രണ്ടുപേരും കൂടെ ചേർന്നെടുത്തൊരു തീരുമാനമായിട്ടാണ് ഇപ്പം പോലീസ് പറയുന്നത്. കാരണം ഈ ചേതൻ എന്ന ക്രിമിനലും അതുപോലെ സിയ ഗോയൽ എന്ന ഇവർ 2 ക്രിമിനലും ചേർന്ന് അവരുടെ പ്ലാനിങ് വളരെയധികം ബുദ്ധിപരമായും അത് തന്നെയുമല്ല ആരും അത് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുമാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതനുസരിച്ചാണ് മെയ് 31 ആ പെൺകുട്ടിയും അതുപോലെ തന്നെ തൻ്റെ പ്രപ്പോസലായിട്ടുള്ള വരൻ ആയിട്ട് അവർ ബോംബെയിലെ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ഏറ്റവും ഉയരമുള്ള ആ കോട്ടയുടെ മുകളിലെ അവർ രണ്ടുപേരും ഒന്ന് സഞ്ചരിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആ പെൺകുട്ടിക്ക് തോന്നി ഇവിടെ വെച്ച് ഇയാളെ തള്ളിയിട്ട് കൊല്ലാനുള്ള സൗകര്യമുണ്ടല്ലോ. 3300 അടി ഉയരത്തിലാണ് ലോഹഹഡ് എന്ന ആ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ആ പെൺകുട്ടിക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞിട്ട് ഏതായാലും കാമുകനടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം. ഏതായാലും വന്ന ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ഈ ലോഹഗഡ് കോട്ടയിലേക്ക് പോകാൻ അവൾ ഈ കേതൻ അഗർവാളിനെ നിർബന്ധിച്ചു. പക്ഷേ കേതൻ അഗർവാളിൻ്റെ അമ്മ അതിനനുവദിച്ചില്ല. നീ ഇപ്പം പോയിട്ട് വന്നതല്ലേ ഉള്ളൂ, അത് വേണ്ട. പിന്നീട് ആ പെൺകുട്ടി നിർബന്ധിച്ച് കേതൻ അഗർവാൾ വീട്ടിൽ പറഞ്ഞ് ഒരു 14-ാം തീയതി വീണ്ടും പോകാൻ തീരുമാനമെടുത്തു. അന്നേരം അവളുടെ കാമുകനുമായിട്ട് ചേർന്നായിരിക്കണം ആ കോൺസ്പിറസി രൂപാന്തരം പ്രാപിച്ചത്. സിയ ഗോയൽ അവൾ ഇയാളെ ആ ഏരിയയിൽ ഏറ്റവും ഹൈറ്റുള്ള ഒരു ഏരിയയിൽ അത് കാമുകൻ കണ്ടെത്തി ഇവളെടുത്ത് പറഞ്ഞു കൊടുത്തതാകാം. അവിടെ വെച്ച് നീ ഇവനെ തള്ളിയിട്ട് അങ്ങനെ 3300 അടി താഴെ ഇട്ട് പോയി അയാൾ മരിച്ചോളും. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് വീണ്ടും 14-ാം തീയതി ഇവർ വീണ്ടും ലോഹഹഡ് കോട്ടയിലേക്ക് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അയാൾ ഉദ്ദേശിച്ച സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഈ പെൺകുട്ടി ഇയാളുമായിട്ട് അയാൾ പറഞ്ഞ അത്രയോ ഹൈറ്റുള്ള ആ സ്ഥലത്ത് പോയി നിന്നു. ഇയാളെ പിടിച്ച് തള്ളുകയും ചെയ്തു. പിടിച്ച് തള്ളിക്കഴിഞ്ഞപ്പം അവിടെയുള്ള മരത്തേലും അവിടുത്തെ ചെടിയിലൊക്കെ ഇയാൾ അള്ളിപ്പിടിച്ച് രക്ഷപ്പെട്ടു. അയാൾ തിരിച്ച് കയറി വന്നു. അപ്പോൾ അയാളെ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും ഈ അറ്റത്ത് വന്ന് നിന്നപ്പം അവിടെ ഒരു പാമ്പിനെ കണ്ടു. ആ പാമ്പ് തന്നെ കടിക്കും എന്ന് കരുതിയപ്പം തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തള്ളിയതാണ് എന്ന് പറഞ്ഞു. അത് ആ മണ്ടൻ വിശ്വസിക്കുകയും ചെയ്തു. ആയിരിക്കാം, അല്ലെങ്കിൽ ഇത്രയും സ്നേഹിച്ച് കല്യാണം പ്രപ്പോസ് ചെയ്ത് ഇത്രയും വലിയ കല്യാണം നടക്കുന്ന ഒരു സമയത്ത്, അത് ഉറപ്പിച്ച സമയത്ത് ഇനി മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, ഒരിക്കലും ആ വധു ഇയാളെ കൊല്ലാൻ ശ്രമിക്കില്ല എന്ന പാവം വിശ്വസിച്ചു. ഏതായാലും ആ സംഭവത്തിന് ശേഷം തിരിച്ചു വന്നു. തൻ്റെ പ്ലാൻ നടപ്പായില്ല എന്ന് കാമുകനായ ചേതൻ്റെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ട് വീണ്ടും അവർ ആലോചിച്ചു. കാരണം 1 കോടി രൂപ അവൻ വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവന് ഇഷ്ടം പോലെ ആൾക്കാരെയും കിട്ടും. ഏതായാലും ഇവർ ബലമായിട്ട് ഇവനെ തള്ളിയിട്ട് കൊല്ലാൻ തന്നെ തീരുമാനമെടുത്തു. കാരണം അവർക്ക് കാര്യങ്ങളൊന്നും നടക്കില്ല.
പക്ഷേ അതിനു മുമ്പ് പ്ലാനിങ് ഒക്കെ നടപ്പാക്കുകയും ഇവർക്ക് ഇയാളെ കല്യാണം കഴിക്കുന്ന ആ മുഹൂർത്തത്തിന് മുമ്പ് ഇവർക്ക് പല രീതിയിലുള്ള ലൈംഗികമായ ബന്ധങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്രയും വലിയ കോടീശ്വരനാണ്, അയാൾ വലിയ തിരക്കിലുമാണ്. അതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് ഉദയ്പൂർ ഒന്ന് കാണണമെന്ന് തോന്നി. അയാൾക്ക് അതിന് അസൗകര്യമായിരുന്നു. ഉദയ്പൂർ പാലസിലേക്ക് എന്തായാലും അവിടുന്ന് ഈ പാലസ് കാണാൻ ദൈനംദിനം ധാരാളം വാഹനങ്ങളിൽ ആൾക്കാർ രാജസ്ഥാനിലേക്ക് പോകുന്നുണ്ട്. ആ രീതിയിലൊരു ടൂറിനകത്ത് ഈ പെൺകുട്ടി ബുക്ക് ചെയ്തു. വീട്ടുകാരോട് പറഞ്ഞു എനിക്കതൊന്ന് പോയി കാണണം. അത് അവിടെ നിന്ന് ഉദയ്പൂരിലേക്ക് ബോംബെയിൽ നിന്ന് ധാരാളം ആൾക്കാർ പോകുന്ന കൂട്ടത്തിൽ ഈ പെൺകുട്ടിയും ബുക്ക് ചെയ്തിട്ട് ആ ബസ്സിൽ പെൺകുട്ടിയും യാത്രയായി. അങ്ങനെ യാത്രയായി കഴിഞ്ഞപ്പം ആ ഒരു കൂട്ടരുടെ ഒപ്പം ഈ കാമുകനും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഉദയ്പൂർ പാലസിൽ പോയി 8 ദിവസം താമസിച്ചു. ആ താമസത്തിനിടെ ഇവർ രണ്ടുപേരും ഒരു മുറിയിലായിരുന്നെന്നും അവർ അവിടെ എൻജോയ് ചെയ്യുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ആ സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത വിവരങ്ങളും വാട്സാപ്പിലുള്ളതും ഫേസ്ബുക്കിലുള്ളതും അതോടൊപ്പം തന്നെ അവർ ചില വാക്കുകളും മറ്റതും മറിച്ചതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും പുറത്തറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ച് അതൊക്കെയാണ് പിന്നീട് ഡിലീറ്റ് ചെയ്തതായിട്ട് പോലീസ് കണ്ടെത്തി കഴിഞ്ഞത്. ഏതായാലും ഉദയ്പൂരിൽ നിന്ന് രണ്ടുപേരും അവിടെ പോയി താമസിച്ചിട്ട് വീണ്ടും മടങ്ങി വന്നു ഇതിൻ്റെ ഇടയ്ക്ക്. അതിനുശേഷമാണ് ഈ കൊലപാതകം നടക്കുന്നത്. അതിനുശേഷം ഇയാളും ഇയാളുടെ 2 ഗുണ്ടകളും കൂടെ കൂടിയിട്ട് ഇയാളെ തള്ളിയിട്ട് കൊല്ലാൻ തീരുമാനിച്ചു. അതുകൊണ്ട് 3ാമത്തെ പ്രാവശ്യം ആ പെൺകുട്ടി വീണ്ടും ആ ലോഹഹട്ടിൽ പോകണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് ഇയാളുമായിട്ട് പോവുകയാണ്. ഏതായാലും വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയാണ്. ഈ സമയത്ത് തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാനായിട്ട് തയ്യാറായി. അയാളും ഇവരും ഉദയ്പൂരിലേക്ക് നേരത്തെ അവിടെ പോയ ആ എക്സ്പീരിയൻസ് വെച്ച് അതെല്ലാം സാധിച്ചു കൊടുത്ത ശേഷം വീണ്ടും വിവാഹത്തിന് മുമ്പ് തനിക്ക് ഒന്നുകൂടെ ഇവിടെ ഒന്ന് പോകണം എന്ന് പറഞ്ഞപ്പം അലിഗഡ് ലോഹഹട്ട് കോട്ടയിലേക്ക് വീണ്ടും പോയി. അവിടെ പോകുമ്പം ഇവർ രണ്ടുപേരും അങ്ങോട്ട് സ്റ്റെപ്പ് കയറി പോകുമ്പം പിന്നാലെ കാമുകനായ ചേതൻ വന്നിരുന്നു എന്നാണ് ഇപ്പം പോലീസിൻ്റെ കണ്ടെത്തൽ. ആ സമയത്ത് അയാളുടെ നമുക്കറിയാമല്ലോ, അയാൾ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഒരു കാമോഫ്ലാഗ് എന്തായാലും വേണം. അതുകൊണ്ട് അയാൾ ധരിച്ചിരുന്ന വസ്ത്രം അത് കുട്ടികളൊക്കെ സാധാരണ ബനിയൻ തുണിയിൽ അവരുടെ ആ ഡ്രസ്സിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോട്ടിൻ്റെ തലയും കൂടെ കവർ ചെയ്യുന്ന മുഖം കൂടെ കവർ ചെയ്യുന്ന സൈസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാധനം ധരിച്ച് ഇവർ നടന്നു കയറുന്നതിന് പുറകിൽ ഇയാൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പം പോലീസ് കണ്ടെത്തിയത്. ഒരു സമയത്ത് ആ പെൺകുട്ടി ഇയാൾ പിന്നാലെ വരുന്നുണ്ടോ എന്നറിയാൻ ഒന്ന് തിരിഞ്ഞു നോക്കി ഉറപ്പ് വരുത്തുന്നതും CCTV ദൃശ്യത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും വളരെയധികം ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് എവിഡൻസ് ഇപ്പം പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. കാരണം ഈ CCTV ദൃശ്യങ്ങളൊക്കെ ആ ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് 2 പേർക്കും പങ്കുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇയാളെ തള്ളിയിടുന്നതിന് ഏകദേശം 34 മിനിറ്റ് മുമ്പ് മുകളിൽ ചെന്ന ശേഷം ഒന്നുകൂടെ ഉറപ്പ് വരുത്താനായിട്ട് അയാളെ കാമുകനെ വിളിച്ചിട്ട് ആ പൊസിഷൻ ഒന്നുകൂടെ ക്ലിയർ ആക്കാൻ അയാൾ വീണ്ടും അത് ആ ഏറ്റവും ഉയരത്തിൽ പോയി നിന്നിട്ട് തള്ളിയിടണം എന്നുള്ള ആ സ്പോട്ട് ഒന്നുകൂടെ പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. 34 മിനിറ്റ് മുമ്പ് മരണത്തിന് മുമ്പ് ഈ പെൺകുട്ടി വീണ്ടും തൻ്റെ കാമുകനെ വിളിച്ചിട്ട് ഒന്നുകൂടെ ഉറപ്പ് വരുത്തിയ സ്ഥലത്തുനിന്ന് അതിനുശേഷം പിന്നാലെ അവിടെ കൊണ്ട് നിർത്തിയ ശേഷം ഇയാളും ഇയാളുടെ 2 ഗുണ്ടകളും വന്നിട്ട് അയാളെ തള്ളിയിട്ടു താഴേക്ക് 3300 അടി താഴേക്ക് തള്ളിയിട്ട് അയാളെ കൊന്നു എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. എന്തായാലും ഈ പെൺകുട്ടിയുടെ ഇതുപോലെയുള്ള ഇമ്മച്യൂറായിട്ടുള്ള അവരുടെ സ്വന്തം താല്പര്യത്തിനും ഇത്രയും വലിയ ഒരു കോടീശ്വരൻ്റെ മകനെ നിസ്സാരമായിട്ട് കൊല്ലാനായിട്ടുള്ള ശ്രമവും അവളുടെ കാമുകനുമായിട്ട് നടത്തുന്നത് വളരെ റെയറായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം ഇതൊക്കെ പലപ്പോഴും നമ്മുടെ നാട്ടിലെ പ്രദേശത്തൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത്രയും വലിയ ഒരു പ്ലാനിങ്ങും ഇത്രയും വലിയ ഒരു ഹയർ ലെവലിലുള്ള ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർ വളരെ മോശമായ രീതിയിൽ വളരെ ക്രിമിനൽ ഒരിക്കലും സാധാരണ ക്രിമിനലൊക്കെ വെട്ടിക്കൊല്ലുകയും പിടിക്കുകയൊക്കെ ചെയ്യും. ഇതങ്ങനെയല്ലല്ലോ. ആ കൊലപാതകത്തിന് 2 അറ്റംപ്റ്റ് നേരത്തെ നടന്നിരിക്കുന്നു. അതിനുശേഷം 3ാമത്തെ അറ്റംപ്റ്റിൽ അവളുടെ കാമുകൻ്റെ സുഹൃത്തുക്കളായ ഗുണ്ടകളെ കൊണ്ടുവന്ന് അയാളെ തള്ളിയിട്ട് കൊന്ന ചരിത്രമാണ് ഇപ്പം ഇന്ത്യ മുഴുവൻ ഇപ്പം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വീണ്ടും പുറത്തേക്ക് വരുന്നതായി എനിക്ക് തോന്നുന്നുണ്ട്.